ഗുഡ് ഈവനിംഗ് ഡേഴ്സ്, ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കും മുമ്പ് നമ്മുടെ ചാനൽ എല്ലാ ആളുകളും സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് കാണുന്നതെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഫാമിലീസിനും ഫ്രണ്ട്സിനും പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ചാനൽ ഷെയർ ചെയ്യാം. ഗ്ലോബൽ എക്കണോമിക് കാര്യങ്ങൾ എല്ലാ ആളുകളും അറിയുന്നത് വളരെയധികം ഗുണകരമാണ്. ഏത് സ്ട്രീമാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്നത്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് നിഫ്റ്റി ഈ ട്രംപിൻ്റെ ഭീഷണീനെ അതിജീവിച്ച് 160 പോയിൻറ്റ് നേട്ടം കൈവരിച്ച് നിഫ്റ്റി ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,750 സെൻസെക്സ് 450 പോയിൻറ്റിൻ്റെ ഒരു നേട്ടം കൈവരിച്ചു. പ്രധാനമായിട്ടും ഇന്ന് നിഫ്റ്റീനെ മുന്നോട്ട് കൊണ്ടുപോയത് ഓട്ടോ സെക്ടറും കൂടാതെ തന്നെ സ്റ്റീൽ സെക്ടറുമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റിലുണ്ടായ ഒരു സീവിയർ സെൽ ഓഫ് അതിൽ ഗിഫ്റ്റ് നിഫ്റ്റി പങ്കാളി ആയിരുന്നില്ല. നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്താണ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ പോയിന്റുകളൊന്നും തന്നെ ചോർന്ന് പോയിരുന്നില്ല. കൂടാതെ ഇന്ന് IT സെക്ടറും ഇന്ന് നേട്ടം കൈവരിച്ചു. TCS വിപ്രോ എല്ലാം തന്നെ 1.5% മുകളിൽ റാലി രേഖപ്പെടുത്താൻ പറ്റി. ഇൻഫോസിസും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റിയിലെ മികച്ച നേട്ടം കൈവരിച്ച സ്റ്റോക്കുകൾ കാണാം. ഹീറോ മോട്ടോകോർപ്പ്, ടാറ്റ സ്റ്റീൽ, ഭാരത് ഇലക്ട്രോണിക്സ്, അദാനി പോർട്ട്, JSW സ്റ്റീൽ 2.73 മുതൽ 5.2% വരെയുള്ള നേട്ടം റാലി. പവർ ഗ്രിഡ്, HDFC ബാങ്ക്, ONGC, അപ്പോളോ ഹോസ്പിറ്റൽ, ICC ബാങ്ക് തുടങ്ങിയ കമ്പനീസാണ് ഇന്ന് നിഫ്റ്റീനെ ഡ്രാഗ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഇപ്പോൾ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പ്ലസ് ആണ്. ഇന്ത്യ വിക്സ് ഇന്ന് 1.21% ഫോൾ ഉണ്ടായി 11.8. ഡോ ഫ്യൂച്ചർ 187 പോയിൻറ്റിൻ്റെ പ്ലസ്. ജപ്പാൻ മാർക്കറ്റ് 500 പോയിൻറ്റ് ഇടിഞ്ഞിരുന്നു. എന്നാൽ കൊറിയ, ചൈന, ഓസ്ട്രേലിയ പോസിറ്റീവ് ക്ലോസ് ചെയ്തു. ഗോൾഡ് $6.6 സ്പൈക്ക് ഉണ്ടായി $3,363 പെർ ഔൺസ്. ബ്രന്റ് ഓയിൽ 1.89% കൂൾ ഡൗൺ ആയി 68.35. ബിറ്റ് കോയിനിലും സ്റ്റേബിളായ രീതിയിൽ നിലകൊള്ളുന്നു. നിഫ്റ്റിയുടെ ചാർട്ട് കാണുമ്പോൾ ഓപ്പണിംഗ് റേഞ്ച് മൾട്ടിപ്പിൾ ടൈം ഇന്നത്തെ ലോ ടച്ച് ചെയ്തു. പിന്നീട് ഒരു റാലി രേഖപ്പെടുത്തി. നിഫ്റ്റി ഏകദേശം 24,762 ഇപ്പോൾ ക്ലോസിങ് കിട്ടിയ ഒരവസ്ഥയിലാണ് ഉള്ളത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ ഒന്നല്ല, നമ്മൾ കളക്ട് ചെയ്ത വാർത്തകൾ മാത്രമാണ്. ഇന്നലെയായിരുന്നു നമ്മളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. വളരെ മികച്ച ബാച്ചായിരുന്നു. ഇനിയിപ്പോൾ ഈ മാസം 23-ാം തീയതിയൊക്കെ അടുത്ത ബാച്ച് നമ്മൾ ഓപ്പൺ ആക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാം. കാരണം ഇത് നമ്മളൊരു മെൻറ്ററിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മുടെ സ്ഥലത്തല്ല ഏത് സ്ഥലത്താണെങ്കിലും പോയി പഠിക്കുന്നത് നന്നായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നമ്മളിത് ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് അറിഞ്ഞ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ധാരണ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ ഉണ്ട്, കോൺടാക്റ്റ് ചെയ്യാം. ഇനി സ്റ്റോക്കുകളുടെ നേരെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ആദ്യം LNT ആണ്. LNTക്ക് ഒരു 116 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ളൊരു പുതിയ സോളാർ പ്രൊജക്റ്റ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവർക്ക് ബീഹാറിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു LNTക്ക് ഒരു വെർട്ടിക്കൽ വിങ് ഉണ്ട്. LNTക്ക് കൺസ്ട്രക്ഷൻ വിങ്ങും ഉണ്ട്. റിന്യൂവബിൾ ബിസിനസ് ചെയ്യാനുള്ളൊരു വെർട്ടിക്കൽ വിങ്ങും LNTക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു കമ്പനിക്കാണ് കിട്ടിയിട്ടുള്ളത്. സ്റ്റീൽ സിപ്പ് കമ്പനിയും ഇവർക്ക് 300 കോടി രൂപയുടെ എക്സ്പോർട്ട് ഓർഡർ ലഭിച്ചു. യൂറോപ്യൻ രാജ്യത്തിൽ നിന്നാണ് ഈ ഒരു ഓർഡർ ലഭിച്ചത്. DLF റിയാലിറ്റി കമ്പനിയാണ്. RealF 16.5 ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി. സ്വാൻ ഡിഫൻസ് കമ്പനി US ബേസ്ഡ് ആയിട്ടുള്ള വാരക്സ് ഇമേജിംഗ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ഇവർക്കൊരു പുതിയ ഓർഡർ ലഭിച്ചു. പേടിഎം കമ്പനി, പേടിഎമ്മിൻ്റെ ഒരു മേജർ സ്റ്റേക്ക് ഹോൾഡറാണ് ആൻഫിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻഫിൻ 5.84% സ്റ്റേക്ക് പേടിഎമ്മിൻ്റെ സെല്ല് ചെയ്യുന്നു, ബ്ലോക്ക് ഡീലിലൂടെ സെല്ല് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. JSW സിമെൻറ്റ് കമ്പനി ഇവരുടെ പ്രൊജക്റ്റിൻ്റെ എക്സ്പാൻഷൻ കമ്പനി എക്സ്പാൻഡ് ചെയ്യുകയാണ്. കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്തുകയാണ്. IPOയിലേക്ക് വരുമ്പോൾ NSTയിൽ IPO അലോട്ട്മെൻറ്റ് ഇന്ന് ഉണ്ടാവും. നമുക്ക് പാനൊക്കെ വെച്ച് ചെക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട്. JPT ഇൻഫ്ര കമ്പനി 16 കോടി രൂപയിൽ നിന്ന് 23 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. BML കമ്പനി ഇവർക്ക് ട്വിറ്റർ ഹൈപ്പർ ലൂപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. സോണ BLVയുടെ കമ്പനി 142 നിന്ന് 125 പ്രോഫിറ്റ് ഉയർത്തി. ഗ്ലോബസ് സ്പിരിറ്റ് കമ്പനി 15 നിന്ന് 18 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. വാസ്കോൺ എഞ്ചിനീയേഴ്സ് കമ്പനി 9 കോടി രൂപയിൽ നിന്ന് 22 പ്രോഫിറ്റ് ഉയർത്തി. ശ്രീ സിമെൻറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 95% ഉയർന്ന് 619 കോടി രൂപ, റവന്യൂ 2% ഫ്ലാറ്റ്.
EIH ഹോട്ടൽ കമ്പനി 3 കോടി രൂപയിൽ നിന്ന് 6 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. മാരിക്കോ കമ്പനി ഇവർ ഡൊമസ്റ്റിക് വോളിയം 9% വർധനവ് രേഖപ്പെടുത്തി. കൂടാതെ 460 നിന്ന് 504 പ്രോഫിറ്റ് ഉയർത്തി. ആദിത്യ ബിർള ക്യാപിറ്റൽ കമ്പനി 10% ഇവരുടെ AUM അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കമ്പനിക്ക് ഉയർത്താനായിട്ട് പറ്റി. എസ്കോട്ട് കുബൂത്ത കമ്പനി ട്രാക്ടർ കമ്പനി 760 നിന്ന് 835 പ്രോഫിറ്റ് ഉയർത്തി. TVS മോട്ടോഴ്സ് കമ്പനി ഇവരുടെ പുതിയ ഇൻഡസ് ഡിസൈൻ കമ്പനി ലോഞ്ച് ചെയ്തു. ഡീപ്പ് ഇൻഡസ്ട്രീസ് 37 നിന്ന് 58 പ്രോഫിറ്റ് ഉയർത്തി. സ്റ്റോക്ക് ക്രാഫ്റ്റ് കമ്പനി 8 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. L&T മൈൻട്രി കമ്പനി പാൻ 2.0 പ്രൊജക്റ്റുകൾ ഗവൺമെൻറ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഓർഡറുകൾ ലഭിച്ചിരിക്കുന്നത് L&Tക്കാണ്. നമ്മുടെ മുൻനിര IT കമ്പനീസ് ഇപ്പോൾ IRCTC, TCS ആണ്, അല്ലെങ്കിൽ നമ്മളുടെ ഇൻകം ടാക്സ് അത് ഇൻഫി ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ നമ്മുടെ IT കമ്പനീസിന് നമുക്ക് ഇൻഹൗസ് ആയിട്ടുള്ള ഒരുപാട് ഓർഡറുകൾ തന്നെ ഉണ്ട്. ഇനി കാരണം ഇത് പറയാൻ കാരണം കുറവാട് US ബേസ്ഡ് ആയിട്ടുള്ള IT കമ്പനീസ് എല്ലാം തന്നെ അവരുടെ വർക്ക് ഫോഴ്സ് വളരെ വലിയ തോതിൽ കുറച്ചിട്ടുണ്ട്. ഇന്ത്യൻ കമ്പനീസും കുറച്ചിട്ടുണ്ട്. AE എല്ലാം തന്നെ ഇത്തരം വർക്ക്സ് എല്ലാം തന്നെ അതായത് ഹ്യൂമൻ ചെയ്യേണ്ട ജോലികളെല്ലാം തന്നെ AI ഒരു പരിധി വരെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ IT കമ്പനീസിലുള്ള ഒരു കൊഴിഞ്ഞു പോക്കൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കാണുന്നത്. അപ്പോൾ ഇനി എല്ലാം തന്നെ റിക്കവർ ആവും. ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ത്യയായിട്ട് ധാരണയൊന്നും തന്നെ ആയിട്ടില്ല. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അത് ഓൾമോസ്റ്റ് ഡൈജസ്റ്റ് ചെയ്ത പോലെയാണ് യൂറോപ്യൻ മാർക്കറ്റിലെല്ലാം തന്നെ പെർഫോമൻസ്. അതായത് യൂറോപ്യൻ മാർക്കറ്റ് ഇടിഞ്ഞു വന്നതിന് ശേഷം പതിയെ കയറി. ഏഷ്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ജപ്പാൻ മാത്രമാണ് US ആയിട്ട് ധാരണയിൽ വന്നു, അല്ലെങ്കിൽ ധാരണയിൽ വന്നതിന് ശേഷം പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്ത ഒരേ ഒരു രാജ്യം ഇതുവരെ ജപ്പാനാണ്. ചൈനയോ അല്ലെങ്കിൽ കാനഡ, മെക്സിക്കോ അങ്ങനെയുള്ള പല രാജ്യങ്ങളും ഇപ്പോൾ 1-ാം തീയതി മുതൽ ഈ താരിഫെല്ലാം തന്നെ ഇംപ്ലിമെൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് എല്ലാം തന്നെ പതിയെ നമ്മൾ വരും. പക്ഷേ ഇത് എൻഡ് ഓഫ് ദ ഡേ ഇത് US ഇത് ഇൻഫ്ലേഷൻ ഉണ്ടാക്കുമെന്നുള്ളത് ഓൾറെഡി പ്രൂവൺ ആണ്. അതായത് യുഎസിലെ ജനങ്ങളാണ് എൻഡ് ഓഫ് ദ ഡേ ഈ ഒരു താരിഫിൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ നേരിടേണ്ടി വരിക എന്നുള്ളതാണ് വിലയിരുത്തൽ. ആദ്യമേ തന്നെയുള്ള ഉണ്ടായിരുന്ന വിലയിരുത്തൽ ഇത് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ US ഇൻഫ്ലേഷൻ, ഇനി വരുന്ന US GDP, US ഇൻഫ്ലേഷൻ ഡേറ്റാസ് എല്ലാം തന്നെ നമ്മൾ വളരെ കീനായിട്ട് വാച്ച് ചെയ്യുക. നമ്മളുടെ തന്നെ വെബ്സൈറ്റിൽ ട്രേഡബിലിറ്റി ടാബിൽ ഗ്ലോബൽ ഈവൻറ്റുകളുണ്ട്. ഗ്ലോബൽ ഈവൻറ്റുകൾ നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കുക. ഓരോ പൊസിഷൻ ഹോൾഡ് ചെയ്യണ സമയത്ത് ഹോൾഡ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഗ്ലോബൽ ഈവൻറ്റുകൾ നമ്മളെ സഹായിക്കും. ഗ്ലോബൽ ഈവൻറ്റിൻ്റെ പുറത്ത് ട്രേഡ് എടുക്കണം എന്നല്ല, ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് നോക്കാനായിട്ടൊരു കൺസിഡർ ചെയ്യാനായിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് ഗ്ലോബൽ ഈവൻറ്റിനെ നോക്കാം. അപ്പോൾ നാളെ കാണാം. താങ്ക് യു.